തങ്ങൾക്ക് ശരിക്കും ഒരു റോളും ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും തങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാക്കുന്ന മാതാപിതാക്കൾ അങ്ങേയറ്റം നിരുത്തരവാദപരമായാണ് പെരുമാറുന്നത് എന്നെനിക്ക് തോന്നുന്നു. അവിടെ ഒരു പുരുഷനുണ്ട്, സ്ത്രീയുണ്ട്, പ്രായപൂർത്തിയായവരാണ്. അവർ സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഈ സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് അവിടെ എന്താണ് കാര്യം? തീർച്ചയായും നിങ്ങൾക്കൊരു ഉപദേശം വേണമെങ്കിൽ ബഹുമാനപൂർവം അത് തേരാവുന്നതാണ്. അതൊരു കാര്യമാണ്. പക്ഷേ മറ്റൊരു കാര്യം, തീരുമാനങ്ങൾ എടുക്കാൻ ഒരു മധ്യസ്ഥനോ ഭരണാധികാരിയോ വേണമെന്ന് നിർബന്ധമുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കൽ നിങ്ങൾ ഇത്തരമൊരു ഇടപെടലിനോ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിനോ തയ്യാറായാൽ പിന്നെ പരാതിപ്പെടാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഈ ലോകത്ത് പലതരത്തിലുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരാണെന്ന് നോക്കിയാൽ മിക്കവരും കാമാസക്തിയുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരുടെ നോട്ടം സഹിക്കാൻ നിങ്ങൾ എന്തിന് നിർബന്ധിതരാകണം? അത്തരമൊരു വ്യക്തിയെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് നടന്നു നീങ്ങും. ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ മുന്നിൽ നിൽക്കുന്നു. അവൻ കണ്ണു തുറന്നു നോക്കുന്നു. അവന്റെ കാഴ്ച കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അളക്കുന്നു. എന്നിട്ടും നിങ്ങൾ അവന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നു. എന്നിട്ട് പുരുഷന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പരാതിപ്പെട്ടിട്ട് പുരുഷന്മാർ പുരുഷന്മാരായും സ്ത്രീകൾ സ്ത്രീകളായും തന്നെ തുടരും. നിങ്ങൾക്ക് പോയിക്കൂടെ? തീർച്ചയായും നമുക്ക് സാമൂഹ്യ പരിഷ്കരണ പരിപാടികൾ തുടങ്ങാം. പുരുഷന്മാരെ സംസ്കാരമുള്ളവരാക്കാൻ നമുക്ക് ശ്രമിക്കാം. തീർച്ചയായും. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി, വലിപ്പം, ആകർഷണീയത എന്നിവയാൽ നിങ്ങളെ അളക്കുന്ന ഒരു പുരുഷനെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ആ പുരുഷനുമായി ഇടപഴകുന്നതിൽ അത് അർത്ഥമാക്കുന്നില്ല. അവഗണിക്കുക. മറ്റെങ്ങോട്ടെങ്കിലും നോക്കുക. നടന്നു തുടങ്ങുക. പരാതി പറഞ്ഞിട്ട് കാര്യവുമില്ല. ഒരുപാട് പേരുണ്ട്. നമുക്ക് സാധനങ്ങൾ തിരഞ്ഞെടുക്കാം. ആലു, ഉരുളക്കിഴങ്ങ്. ചീഞ്ഞ ഒന്ന് കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ദൂരേക്ക് എറിഞ്ഞിട്ട് മറ്റൊന്ന് എടുക്കും, അല്ലേ? അല്ലാതെ മികച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ കൃഷി മന്ത്രാലയത്തിൽ പോയി പരാതിപ്പെടാറില്ലല്ലോ. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും. പക്ഷേ ആദ്യം നിങ്ങളൊരു ചീഞ്ഞ ഉരുളക്കിഴങ്ങോ പഴമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ എടുക്കുന്നു. അത് ജീവിതകാലം മുഴുവൻ പാചകം തുടരുന്നു. ഒരർത്ഥവുമില്ല. എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. പിന്നെന്തിനാണ് ആരോ നിർബന്ധിക്കുന്നത്? പോലെ പെരുമാറുന്നത്. ആർക്കും നിങ്ങളെ നിർബന്ധിക്കാനാവില്ല. തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ചുമതല
നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. ഈ ജാതകം നോക്കുന്നതും എന്ത് തരം മണ്ടത്തരമാണെന്ന് എനിക്കൊരു നീണ്ട പ്രഭാഷണം നടത്താമായിരുന്നു. മൻഗ്ലിക് എന്താണെന്നും അല്ലാതെ എന്താണെന്നും ചിന്തിക്കുന്നത് തികച്ചും അസംബന്ധമാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ എന്തിനാണ് അതിനെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തള്ളിക്കളയുക. അത്രയുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ അത് ന്യായീകരിക്കേണ്ട ആവശ്യം പോലും നിങ്ങൾക്കില്ല. അത് തിരുത്താൻ ശ്രമിക്കേണ്ട ആവശ്യവുമില്ല. സമൂഹം ജാതകത്തിൽ വിശ്വസിക്കട്ടെ. അതൊക്കെ വിഡ്ഢിതമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ മിണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങുക. വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ നിസ്സഹായാവസ്ഥ അഭിനയിക്കുന്നത് കാണാൻ അത്ര നല്ല കാഴ്ചയല്ല. നിങ്ങളൊരു മനുഷ്യനാണ്. സ്വന്തമായി തിരഞ്ഞെടുപ്പുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഉള്ളിൽ വിദ്യാഭ്യാസവും പുറത്ത് നിയമങ്ങളും നിങ്ങൾക്ക് കരുത്ത് നൽകുന്നുണ്ട്. ഈ രാജ്യം നിയമവ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാണ്. സ്ത്രീകൾക്ക് അമിത ഗുണം ചെയ്യുന്നു എന്ന് പുരുഷന്മാർ പരാതിപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചവരാണ്. നിയമത്തിന്റെ പിന്തുണയുമുണ്ട്. പിന്നെന്തിനാണ് നിങ്ങളിപ്പോൾ ഇത്ര നിസ്സഹായരായി പെരുമാറുന്നത്? എഴുന്നേൽക്കൂ. നിങ്ങളുടെ അവകാശങ്ങൾ വിനിയോഗിച്ച് സ്വതന്ത്രമായി ജീവിക്കൂ. നിയമം ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം പോലും നിങ്ങൾ ഉള്ളിൽ ഇപ്പോഴും അടിമയാണെങ്കിൽ പ്രയോജനപ്പെടില്ല. ആചാരങ്ങൾക്കും പാരമ്പര്യത്തിനും വികാരങ്ങൾക്കും അറിവില്ലായ്മയ്ക്കും നിങ്ങൾ അടിമപ്പെട്ടേക്കാം. വിദ്യാസമ്പന്നരായ പല സ്ത്രീകൾക്കും ഇതാണ് സംഭവിക്കുന്നത്. വലിയ വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഉള്ളിൽ അവർ ഇപ്പോഴും അജ്ഞരാണ്. അതിനാൽ അവർക്ക് സ്വന്തം വികാരങ്ങൾ അറിയില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നിന്ന് PhD നേടിയവർ ഇന്ത്യൻ സ്ത്രീകൾ. പക്ഷേ ഉള്ളിൽ അവർ വൈകാരികമായി ഇരുട്ടിലാണ് ജീവിക്കുന്നത്. വിവേകത്തിന്റെ വെളിച്ചം കൊണ്ട് മാറ്റാൻ അവർ ഒരിക്കലും ശ്രമിക്കാത്ത ഇരുട്ട്. എന്താണിതിന്റെ ഫലം? ജീവിതത്തിലെ മോശം തീരുമാനങ്ങൾ, മറ്റുള്ളവരുടെ സ്വാധീനത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, തകർന്നുപോയ കരിയർ, മോശമായ ബന്ധങ്ങൾ, മാറാത്ത ബാധ്യതകൾ. പൂർണ്ണമായും മാറാത്തതല്ലെങ്കിലും നേരിടാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? കാരണം ആ വിദ്യാഭ്യാസം വെറും ഡിഗ്രിയിൽ മാത്രം ഒതുങ്ങുന്നു. അവിടെ സാമ്പത്തിക അവസരങ്ങളുണ്ട്, നിയമത്തിന്റെ പിന്തുണയുമുണ്ട്. എന്നിട്ടും ഉള്ളിൽ അവൾ നൂറ്റാണ്ടുകളായി. സ്ത്രീകൾ എപ്പോഴും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു. ആ ആന്തരിക സ്വാതന്ത്ര്യം സ്വയം തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ലഭിക്കൂ. അതാണ് ആത്മീയത, വിവേകം, വേദാന്തം. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആത്മീയതയാണെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുമാത്രമേ അവൾക്ക് കരുത്തും ചിറകുകളും നൽകൂ.